ചുരുളി സിനിമയുമായി ബന്ധപ്പെട്ട നടൻ ജോജു ജോർജിനെതിരായ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി. നേരത്തെ ജോജുവിന് പണം കൊടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ 5 ലക്ഷത്തി ചില്ലുവാൻ രൂപ കൊടുത്തതിൻ്റെ ബാങ്ക് രേഖകളൊക്കെ പുറത്തിട്ടിരുന്നു. തുടർന്ന് ജോജു മാധ്യമങ്ങളോട് സംസാരിക്കുകയും ഈ തുണ്ടുകടലാസല്ല പുറത്തുവിടേണ്ടത് കരാറാണ് എന്ന് പറഞ്ഞു. തുടർന്നാണ് ഈ പറയുന്ന രീതിയിലുള്ള പ്രതിഫല കണക്കുമായി ബന്ധപ്പെട്ട പോസ്റ്റ് ലിജോ ജോസ് പെല്ലിശ്ശേരി പിൻവലിച്ചത്. സൂര്യശ്രീയാണ് കൊച്ചിയിൽ നിന്ന് അതിന് വിവരങ്ങളുമായി ചേരുന്നു. ഹാഷ്മി, ചുരുളി വിവാദം അവസാനിക്കുകയാണോ അതോ ജോജുവിന്റെ പരാമർശങ്ങൾക്ക് ഒരു മറുപടി നൽകാനുള്ള ഇടവേളയാണോ എന്നറിയില്ല. ഏതായാലും നടൻ ജോജു ജോർജിനെതിരായ ഫേസ്ബുക്ക് പോസ്റ്റ് സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ചുരുളി സിനിമയുമായി ബന്ധപ്പെട്ട ജോജു ഒരു ദേശീയ മാധ്യമത്തിന് ഒരു അഭിമുഖം നൽകിയത്. ഈ ചിത്രത്തിൽ അഭിനയിപ്പിക്കാൻ തന്നെ തെറ്റിദ്ധരിപ്പിച്ചാണ് ചിത്രത്തിൽ തന്നെ അഭിനയിപ്പിച്ചത്. അസഭ്യ പരാമർശമുള്ള ഭാഗം യാതൊരു കാരണവശാലും റിലീസിന് ഇറക്കുകയില്ല എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ ചിത്രത്തിലെ തെറി ഭാഗങ്ങളടക്കം തന്നെ കൊണ്ട് ചിത്രീകരിച്ചതടക്കമുള്ള പരാമർശങ്ങൾ ജോജു ജോർജ് ഒരു ദേശീയ മാധ്യമത്തിന് അഭിമുഖമായി നൽകിയിരുന്നു. ഈ പരാമർശത്തിന് പിന്നാലെയാണ് സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി ജോജു ജോർജിനെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയത്. ആരും ജോജു ജോർജിനെ തെറ്റിദ്ധരിപ്പിച്ചല്ല ഈ ഒരു ചിത്രത്തിൽ അഭിനയിപ്പിച്ചത്. കൃത്യമായി കഥാപാത്രത്തെക്കുറിച്ച് പറഞ്ഞു തന്നെയാണ് ജോജുവിനെ ഈ ചിത്രത്തിൽ അഭിനയിപ്പിച്ചത്. ഇതിലെ ഭാഗങ്ങളെക്കുറിച്ച്, അസഭ്യ ഭാഗങ്ങളെക്കുറിച്ച് കൃത്യമായും ധാരണയുള്ള ഒരു കഥാപാത്രമാണ് തങ്കം ചേട്ടനെന്നും ഇതിൽ 3 ദിവസത്തെ അതിഥി കഥാപാത്രമായാണ് ജോജു ജോർജ് എത്തിയതെന്നും ഇതിന് 5,90,000 രൂപ പ്രതിഫലം നൽകി എന്നതടക്കമുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി പങ്കുവച്ചിരുന്നത്. എന്നാൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ ജോജു ജോർജ് പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. ആ സമയത്ത് തന്റെ മാർക്കറ്റ് വാല്യൂ അതായിരുന്നില്ല എന്നും പ്രതിഫല കണക്ക് പറയാനാണെങ്കിൽ ഒരു തുണ്ട് കടലാസല്ല, അതിനു പകരം യഥാർത്ഥ എഗ്രിമെന്റ് പുറത്തുവിടട്ടെ എന്നായിരുന്നു ജോജു ജോർജ് ലിജോ ജോസ് പെല്ലിശ്ശേരിയെ വെല്ലുവിളിച്ചിരുന്നത്. പൂർണ്ണമായും ഒരു ഫെസ്റ്റിവൽ ചിത്രം എന്ന രീതിയിലാണ് തന്നെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് ഈ ചിത്രത്തിൽ താൻ അഭിനയിപ്പിച്ചത്. ഈ ചിത്രവുമായോ കഥാപാത്രവുമായോ തനിക്ക് യാതൊരു എതിർപ്പുമില്ല എന്നും, എന്നാൽ ഇതൊരു ഫെസ്റ്റിവൽ മൂവി എന്ന പേരിൽ തന്നെ ധരിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ അസഭ്യ പരാമർശമുള്ള ചിത്രത്തിൽ താൻ അഭിനയിപ്പിച്ചതുമെന്നും ഇതിന്റെ പ്രതിഫല കണക്കുകൾ പുറത്തുവിടാനാണെങ്കിൽ തന്റെ പൊറഞ്ചു മറിയം സിനിമയ്ക്കും ജോസഫിന് ശേഷം തന്റെ മാർക്കറ്റ് വാല്യൂ എന്തെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഇതിൽ 3 ദിവസത്തെ അതിഥി വേഷമാണോ താൻ അഭിനയിച്ചതെന്ന് സിനിമ കണ്ടവർക്കും മനസ്സിലാകുമെന്നും ജോജു ജോർജ് പ്രതികരിച്ചിരുന്നു. എന്തായാലും ഈ തുണ്ടുകടലാസിന് പകരം ഈ സിനിമയുടെ എഗ്രിമെന്റ് പുറത്തുവിടട്ടെ എന്ന ജോജു ജോർജിന്റെ പരാമർശത്തിനു പിന്നാലെയാണ് സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിരിക്കുന്നത്.